ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്തിക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്തിക്കോട്, അഞ്ചൽ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. യുവകലാസാഹിതി സംസ്ഥാന സംഘടനാ ക്യാമ്പിന് തെന്മലയിൽ തുടക്കം. പ്രമുഖ സിനിമാ സംവിധായകൻ വിനയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ എം. എ. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ബൈപ്പാസിന് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഗതാഗത കുരുക്കിലും തിരക്കിലും വീർപ്പുമുട്ടി അഞ്ചൽ പട്ടണം. വാർത്തകൾ വിശദമായി. യുവകലാസാഹിതി സംസ്ഥാന സംഘടനാ ക്യാമ്പിന് തെന്മലയിൽ തുടക്കം കുറിച്ചു. സമ്മേളനം പ്രമുഖ സിനിമാ സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ സംവിധായകൻ വിനയൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക നായകന്മാരെ മറന്നുപോകുന്നതുകൊണ്ടാണ് സമൂഹത്തിൽ മൂല്യച്യുതി സംഭവിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അടിയാളന്, അടിയാട്ടിപ്പെണ്ണിന് മാറുമറിക്കാൻ പാടില്ലായിരുന്നുള്ള നിയമം ഉണ്ടായിരുന്നു. അതിനൊക്കെ എതിരെ ശക്തമായി സമരം ചെയ്ത, സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പറ്റം ആൾക്കാരുണ്ട്. അന്നൊന്നും ഈ പറയുന്ന പാർട്ടികളൊന്നുമില്ല. ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അയ്യങ്കാളി ആയിക്കോട്ടെ, സഹോദരൻ അയ്യപ്പനായിക്കോട്ടെ, ഇങ്ങനെ ഈ സാംസ്കാരികമായിട്ട് നമ്മുടെ നാടിനെ ഉന്നതിയിലോട്ട് കൊണ്ടുവരാനും നമുക്കൊക്കെ ഇന്ന് മടക്കി കുത്തി നെഞ്ചു വിരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന ഒരു വലിയ വിഭാഗം സാംസ്കാരിക നായകന്മാരുടെ പിൻതലമുറക്കാരാണ് നമ്മൾ ആരും അവരെ സ്മരിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അത്തരം സ്മരണകളായിരിക്കണം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ മൂല്യത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇന്ന് അത്തരം മൂല്യങ്ങളൊക്കെ നമുക്ക് അത്ര സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയെങ്കിലും അത്തരം മൂല്യങ്ങളും സ്നേഹങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് ഈ ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് വിലയുള്ളൂ. നമുക്ക് ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാവർക്കും സാമ്പത്തികമായിട്ടൊക്കെ ഓക്കെയാണ്. യുവകലാസാഹിതി സംഘാടക സമിതി ചെയർമാൻ സി അജയ് പ്രസാദ് അധ്യക്ഷനായി. കൺവീനർ എസ് സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക നായകരായ ചവറ KS പിള്ള, EM സതീശൻ, ബാബു പാക്കനാർ, ഗൗരി ലക്ഷ്മി തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് വരയരങ്ങ് എന്ന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. പരിപാടിയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ തങ്ങളുടെ ആശയങ്ങൾ ക്യാൻവാസിൽ പകർത്തി. മനുഷ്യനന്മ, സ്ത്രീ സുരക്ഷ, വനസംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ ചിത്രങ്ങളായി രൂപമെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല.
മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സാന്ത്വന സ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. അടുക്കളമൂല TK ഉമ്മൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന ചടങ്ങ് പുനലൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പുന്നമുത്തൻ ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ പുനലൂരിന് ഒരു മന്ത്രിയെ കൂടെ കിട്ടി. ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുള്ളത് ജെന്റിൽമാൻ മിനിസ്റ്റർ എന്നാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ചിലരൊക്കെ വിമർശിക്കുമ്പോൾ അദ്ദേഹം ചെയ്തത് വളരെ അടിസ്ഥാനപരമായിട്ട് കുറേ കോടികളുടെ മുതൽ മുടക്കി ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ബഡ്ജറ്റിൽ തന്നെ ഓടിച്ചു. അതാണ് ജെന്റിൽമാൻ്റെ പ്രത്യേകത. സംസാരിച്ച് വഴക്കിട്ട് വെറുതെ പത്രങ്ങളിൽ വാർത്ത വരുത്തുകയല്ല. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയും വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. L മേരി സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ഓമനക്കുട്ടൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംജദ് ബിനു, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിതമ്മ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകളും നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മലയിൽ നടന്ന യുവകലാസാഹിതി പ്രതിനിധി സമ്മേളനം പ്രമുഖ സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും. വരാനിരിക്കുന്നൊരു പുലരിക്ക് വേണ്ടി ഏതോ പനിനീർച്ചെടിയുടെ മുള്ളിൽ ചങ്കമർത്തി പുലരും വരെ പാടിപ്പാടി സൂര്യോദയമെത്തും മുമ്പ് മരിച്ചുപോയ അനേകം ദുഃഖിതരും നിരാശ്രയരും അനാഥരുമായ കലാകാരന്മാർ, കവികൾ, പാട്ടുകാർ, നാടക കലാകാരന്മാർ, കലാസമിതി പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ, യുവകലാസാഹിത്യ അടക്കമുള്ള അനേകം കലാസമിതികളുടെ പ്രവർത്തകർ ഉണ്ടാക്കിയതാണ് നമ്മുടെ കേരളത്തിന്റെ മതേതര ജനാധിപത്യ സംസ്കാരം എന്ന് നമ്മളെങ്കിലും പറയണ്ടേ? മറ്റാരും പറഞ്ഞില്ലെങ്കിൽ. ശനിയാഴ്ച രാവിലെ 10-ന് തെന്മല വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ചാണ് പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത്. യുവകലാസാഹിതി പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷനായി. C അജയ് പ്രസാദ് സ്വാഗതം പറഞ്ഞു. P പ്രസാദ്, അഡ്വക്കേറ്റ് അനിരുദ്ധൻ, TV ബാലൻ, ഗീതാ സനീർ, ചവറ KS പിള്ള, വള്ളിക്കാവ് മോഹൻദാസ് തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംസാരിച്ചു. സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തെന്മല. മഴക്കാലപൂർവ്വ രോഗങ്ങളെ ചെറുക്കുന്നതിനായി കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വീകരണം നൽകി. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രിയിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട്, ഡോക്ടർമാർ, വിവിധ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ആശുപത്രി ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ ഉൾപ്പെട്ട വർണ്ണാഭമായ റാലി നടത്തി. വേനൽക്കാലത്ത് ഡെങ്കിപ്പനിക്ക് സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കുക, വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ ആഴ്ചയിലൊരിക്കൽ വെള്ളം പൂർണ്ണമായും ഒഴിവാക്കി തേച്ച് കഴുകിയ ശേഷം വീണ്ടും വെള്ളം നിറയ്ക്കുക. കൂടാതെ വെള്ളം സംഭരിക്കുന്ന പാത്രങ്ങൾ തുണി കൊണ്ട് മൂടി കൊതുക് കടക്കാതെ സൂക്ഷിക്കുക. റബ്ബർ തോട്ടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ തോട്ടങ്ങളിൽ അലക്ഷ്യമായി ഉപേക്ഷിച്ച ചിരട്ടകളും മറ്റ് മഴവെള്ളം കെട്ടി നിൽക്കുവാൻ ഇടയുള്ള വസ്തുക്കളും മഴയ്ക്ക് മുൻപ് ഒഴിവാക്കുക. ഓർമ്മിക്കുക, ഡെങ്കിപ്പനി മാരകമാകാം, മരണകാരണമാകാം. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ അധ്യക്ഷനായ പൊതുയോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ ആരോഗ്യത്തെ കുറിച്ച്, ശുചിത്വത്തെ കുറിച്ച് നല്ല അറിവുണ്ട്. വ്യക്തി ശുചിത്വത്തിലൊക്കെ നമ്മൾ വളരെ മുന്നിലാണ്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും കേരളം ആരോഗ്യ മേഖലയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഒരു പനി വന്ന് ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് ആശുപത്രികളിലേക്ക് ഒഴുകുന്നത്. ധാരാളം ജീവൻ അങ്ങനെ നമുക്ക് കേരളത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് നമ്മളാണ്. ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ കേരളത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട, ലോകം മുഴുവൻ മാതൃകയാക്കാൻ കഴിയുന്ന ഒരു പൊതുതര ആരോഗ്യ ശൃംഖലയുള്ള, ആരോഗ്യ അവബോധമുള്ള ജനതയുള്ള കേരളത്തിൽ
നമ്മൾ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിച്ചേ കഴിയൂ എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പല യോഗങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ ഇന്ത്യയിലെ മരുന്ന് കൺസംഷനിൽ, മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മലയാളിയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, കൌൺസിലർമാരായ ജി ജയപ്രകാശ്, ലളിതമ്മ, ജില്ലാ മലേറിയ ഓഫീസർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് നാട്ടരങ്ങ് കരുനാഗപ്പള്ളി അവതരിപ്പിച്ച തെരുവ് നാടകം, ആരോഗ്യവകുപ്പിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അവതരിപ്പിച്ച നാടൻപാട്ട്, നഴ്സിംഗ് ട്യൂട്ടർ, വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ എന്നിവർ അവതരിപ്പിച്ച ബോധവൽക്കരണ തിരുവാതിര സ്കിറ്റുകൾ, പാട്ടുകൾ എന്നിവ ജനശ്രദ്ധ നേടി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ്, കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. വി ഓഫർ എ ന്യൂ ലൈഫ് സ്റ്റൈൽ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475 2220 357 9745 201088. പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെറ്റ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്. പ്രമുഖ കമ്പനികളായ കജാറിയ, ഐക്കൺ, ഏഷ്യൻ, ഇറ്റാലിക്ക എന്നിവയുടെ ടൈൽസും. അരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ലെഗ്രാൻഡ്, ഹാവൽസ്, ബജാജ് എന്നിവയുടെ ഇലക്ട്രിക്കൽ ഗുഡ്സ്. വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475 222 1205 9946977578. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്?
ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. പുനലൂർ ജവാഹർ ബാലഭവനിലേക്ക് നഗരസഭ സംഗീത ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങ് നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ₹1,12,000 സംഗീത ഉപകരണങ്ങളാണ് നഗരസഭ ബാലഭവന് നൽകിയത്. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു കലാ സാംസ്കാരിക മേഖലയിൽ 17 വർഷം നിലനിന്ന ഒരു മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുക, പ്രത്യേകിച്ച് നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ. പലപ്പോഴും നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഈ ഭരണസമിതികൾ മാറി മാറി വരുമ്പോഴുള്ള താല്പര്യത്തിന്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഈ സ്ഥാപനങ്ങൾ 17 വർഷമൊക്കെ നിലനിൽക്കുക, സംരംഭങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ബാലകലാഭവൻ അതിന്റെ ബാലാരിഷ്ടതകൾ അതിജീവിച്ചു. ധാരാളം ആളുകളെ കേരളത്തിന്റെ കലാമേഖലയ്ക്ക് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അഭിമാനകരമായ ഒരു നേട്ടമാണ്. PTA വൈസ് പ്രസിഡന്റ് സജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബാലഭവൻ ഡയറക്ടർ SR ത്യാഗരാജൻ സ്വാഗതം ആശംസിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, MK രാമചന്ദ്രൻ പിള്ള, ലളിതമ്മ, ഡാനിയൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭയിലെ പവർ ഹൌസ് വാർഡിലെ അംഗൻവാടി വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പവർ ഹൌസ് വാർഡിൽ അംഗൻവാടി വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ G. ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. പുനലൂർ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പ്രൊഫസർ P. കൃഷ്ണൻകുട്ടി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മതിലിനകത്ത് എത്രമാത്രം സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായാലും മതിലിന് പുറത്ത് അരാജകത്വമാണെങ്കിൽ നമ്മുടെ ഈ നേട്ടങ്ങളല്ലെന്ന് ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം നമ്മൾ ജീവിക്കുന്നത് കൂടുതൽ സമയവും പുറത്താണ്. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം തന്നെ താമസിക്കുന്നത് വീടിന് പുറത്താണ്. വീട്ടിൽ വന്നിടം ഉറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ചലച്ചിത്ര സംവിധായകൻ MA നിഷാദ്, അഭിനേഷ്, കട്ടുറുമ്പ് ഫെയിം, ആൽഫി, അംഗൻവാടി ടീച്ചർ ലത, ശാന്ത, ശൈലജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ബൈപ്പാസിന് നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിലവിൽ മന്ദഗതിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അഞ്ചൽ ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. അഞ്ചൽ കുരിശുമുക്ക് മുതൽ ഗണപതി ക്ഷേത്രം വരെയുള്ള ഭാഗം 18 മീറ്റർ വീതിയിൽ മണ്ണിട്ട് സൈഡ് കെട്ടി 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. ഗണപതി ക്ഷേത്രം മുതൽ തടിക്കാട് അഞ്ചൽ റോഡിലെ കോളറപ്പാലം വരെയുള്ള 2ാം ഘട്ട നിർമ്മാണത്തിന് 3 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. കുരിശുമുക്ക് മുതൽ അഞ്ചൽ സെന്റ് ജോർജ് സ്കൂൾ വരെയുള്ള 1.5 കിലോമീറ്റർ നീളത്തിൽ 18 മീറ്റർ വീതിയിലാണ് ബൈപ്പാസ് നിർമ്മിക്കേണ്ടത്. നിർമ്മാണ പ്രവർത്തനത്തിനായി 8 കോടി രൂപയാണ് ഇതുവരെ അനുവദിച്ചത്. സ്ഥലമെടുപ്പിനായി 2.6 കോടിയും നിർമ്മാണ പ്രവർത്തനത്തിനായി ആദ്യം 2.5 കോടിയും പിന്നീട് 3 കോടി രൂപയും അനുവദിച്ചു. കുരിശുമുക്ക് മുതൽ ഗണപതി ക്ഷേത്രം വരെയുള്ള ഭാഗം മണ്ണിട്ട് പൂർത്തീകരിച്ചെങ്കിലും ടാർ ചെയ്യാത്തതിനാലും എടുത്തിട്ട മണ്ണായതിനാലും പൊടിശല്യം വളരെ രൂക്ഷമാണ്. കാൽനടയാത്രക്കാർക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ അവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നും നിർമ്മാണത്തിലെ കാലതാമസം വേഗം ഒഴിവാക്കണമെന്നുള്ള ആവശ്യവും ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു.
പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. 2 മാസത്തിന് മുമ്പാണ് ഈ സോറിയാസിസ് ആണെന്ന് അറിയുന്നത്. 6 മാസത്തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് ഗൾഫിലായിരുന്നു. ഗൾഫിൽ വെച്ച് അവിടെ ആൽനൂർ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും ഗ്രീനും അതും ഇതെല്ലാം 19,000 രൂപ അങ്ങനെ അവിടെ ചിലവായി. ശരീരം മൊത്തം പൊങ്ങി പുറകുറുത്ത് നാശമായി, നീരും കൊണ്ട് കിടക്കാനും വയ്യ, ആന്തരഭാഗം മൊത്തം കയറി വീർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ പാലക്കാട്ടുകാർ നേഴ്സ് പറഞ്ഞ് സോറിയാസിൻ്റെ ആണ്. അങ്ങനെ പെട്ടെന്ന് കയറി വന്നാണ് ഈ ഡോക്ടറെ കണ്ട് ഇപ്പം 45 ദിവസം കൊണ്ട് പരിപൂർണ്ണ സുഖമായി. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. ഫോൺ 0475-235-4777. KCB ഓഫീസിന് സമീപം, ഷാലിമാർ ബിൽഡിംഗ്, കരുനാഗപ്പള്ളി. ഫോൺ 8086837777. ഇന്ത്യയിലും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുള്ള ആയുർവേദ പഞ്ചകർമ്മ നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, പത്തനാപുരം, കരുനാഗപ്പള്ളി. ഗതാഗതക്കുരുക്കിലും തിരക്കിലും വീർപ്പുമുട്ടി അഞ്ചൽ പട്ടണം. വേണ്ടത്ര നടപ്പാതകളോ സീബ്ര ക്രോസുകളോ ഇല്ലാതെ കാൽനട യാത്രക്കാരും വിഷമിക്കുകയാണ്. അഞ്ചൽ പട്ടണം ഗതാഗതക്കുരുക്ക് മൂലം വീർപ്പുമുട്ടുകയാണ്. തിരക്ക് ഏറ്റവുമധികം ശക്തമായി അനുഭവപ്പെടുന്നത് അഞ്ചൽ കുളത്തുപിട റോഡിൽ സെന്റ് ജോൺസ് കോളേജിന് സമീപത്താണ്. രാവിലെയും വൈകുന്നേരവും സെന്റ് ജോൺസ് സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും തിരികെ വിദ്യാർത്ഥികളെ വിളിച്ചുകൊണ്ടുപോകുന്നതിനുള്ള വാഹനങ്ങളും പാതയുടെ ഇരുവശത്തും സ്ഥാനം പിടിക്കുന്നതോടെ റോഡിലൂടെയുള്ള വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും യാത്ര ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ടായി മാറുന്നു. സ്കൂൾ കുട്ടികളെ വിളിക്കാൻ വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും യാതൊരു സൗകര്യവും സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടില്ല. സ്കൂൾ, കോളേജ് അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്നത്. ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന ഈ പാതയിൽ ഗതാഗത നിയന്ത്രണത്തിനായി ട്രാഫിക് പോലീസോ സുരക്ഷിതമായി വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈനുകളോ ഇല്ല. ചില സമയങ്ങളിൽ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇതിന് അറുതി വരുത്തുന്നതിനായി റോഡിനിരുവശങ്ങളിലും അനധികൃതമായി പാർക്കിംഗ് ഒഴിവാക്കണമെന്നും സീബ്ര ക്രോസിംഗും സ്പീഡ് ബ്രേക്കറുകളും സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കണമെന്നും ഉള്ള ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യകോട് പയ്യമ്പറ റോഡ് ചെളിക്കുളമായി. നാട്ടുകാരുടെ പരാതിക്ക് അധികൃതർ വില കൽപ്പിച്ചില്ല. കാൽനട യാത്രക്കാരടക്കം നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന റോഡാണ് അഗസ്ത്യക്കോട് പയ്യമ്പറ റോഡ്. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകാൻ ഓടകളില്ലാത്തത് മൂലം റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഒരു ചെറിയ മഴ ചാറിയാൽ പോലും റോഡ് ചിറയായി മാറും. വെള്ളം കെട്ടിനിന്ന് ഇപ്പോൾ റോഡ് താഴ്ചയുള്ള കുഴിയായി മാറിക്കഴിഞ്ഞു. ആഴമറിയാതെ ഇരുചക്ര വാഹനവുമായി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർ കുഴിയിൽ വീണു മറിയുകയും പതിവായിട്ടുണ്ട്. വെള്ളം കെട്ടിനിന്ന് അസാമാന്യ ദുർഗന്ധവും കൊതുകു ശല്യവും മൂലം ജനം പൊറുതിമുട്ടുകയാണ്. കാൽനട യാത്രക്കാർ വെള്ളത്തിലിറങ്ങിയാൽ കാലുകൾ ചൊറിഞ്ഞു വീർക്കും. സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ഇതുവഴി യാത്ര ചെയ്യാറില്ല. മെയിൻ റോഡ് ഉപേക്ഷിച്ച് മറ്റു വഴികളിലൂടെയോ പുരയിടങ്ങളിലൂടെയോ ഒക്കെയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയും വാർഡ് മെമ്പർ BJP-കാരനും ആയതിനാലാണ് ഫണ്ട് അനുവദിക്കാത്തത് എന്ന ആക്ഷേപവും നിലവിലുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യകോട് ന്യൂ LP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. ചടങ്ങ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NY വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അഗസ്ത്യക്കോട് ന്യൂ LP സ്കൂളിന്റെ വാർഷികോത്സവം കുരുന്നുകളുടെ കലാപരിപാടികളോടെ സമുചിതമായി ആഘോഷിച്ചു. ചടങ്ങ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VY വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഏപ്രിൽ മാസം 1-ാം തീയതി ഈ നവകേരള മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം. ഇപ്പം റോഡിലും വീടുകളിലും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ തൊട്ടടുത്തുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ പൊതു റോഡുകളിൽ നിക്ഷേപിച്ചാണ് മലയാളി മാതൃക കാണിക്കുന്നത്. ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു. കുരുന്നുകളുടെ ബാലോത്സവ പരിപാടിയും ചടങ്ങിൽ സംഘടിപ്പിച്ചു. ചെങ്ങലും കുങ്ങിയും കൃഷിക്കാരാണ്. അവർ ചേന, ചേമ്പ്, തണ്ണിമത്തൻ തുടങ്ങി പലതും കൃഷി ചെയ്തു.
ഒരു ദിവസം രംഗൻ ചന്ദനക്കാട്ടിലൂടെ വരികയായിരുന്നു. തലയിൽ ഒരു കെട്ട് മധുരക്കിഴങ്ങ് വള്ളികൾ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിൽ മലിനമായൊരു ഭൂമിയും. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമരം കുളിച്ചു ചെന്നാകം പൂക്കാൻ ചന്ദനം വേണം. വളരെ ആവേശത്തോടെയാണ് കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തത്. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്തു. 67 കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള എല്ലാ സഹായവും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉറപ്പു നൽകി. വരുന്ന സാമ്പത്തിക വർഷങ്ങളിൽ ഫാൾ സീലിംഗ് ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിലും എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിനും വെർച്വൽ ക്ലാസ് റൂം ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അടുത്ത അധ്യയന വർഷം കുട്ടികൾക്ക് സുഗമമായി സ്കൂളിൽ എത്തുന്നതിന് വാഹന സൗകര്യം ഏർപ്പെടുത്തുമെന്ന് വാർഡ് മെമ്പർ വി നന്ദകുമാർ ഉറപ്പു നൽകി. അടുത്ത വർഷം 100-ൽ കൂടുതൽ കുട്ടികൾ സ്കൂളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നന്ദകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. യുവകലാസാഹിതി സംസ്ഥാന സംഘടനാ ക്യാമ്പിന് തെന്മലയിൽ തുടക്കം. പ്രമുഖ സിനിമാ സംവിധായകൻ വിനയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. ചടങ്ങ് പുനലൂർ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ബൈപ്പാസിന് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ഗതാഗത കുരുക്കിലും തിരക്കിലും വീർപ്പുമുട്ടി അഞ്ചൽ പട്ടണം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക.